Hello. Is this Videocon customer care office? Is this Videocon customer care office? Yes, sir. Tell me. I want a song that from the film Chemmin. Okay. That കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. That song is Chemmin, okay? Okay, so I will try to help you. So may I know your full name? Kumar S. Rajesh Lal. Okay. So if you want to activate the caller tune, please Yeah. type Sima's name. അയ്യോ അത്രയൊന്നും വേണ്ട, മലയാളത്തിൽ പറഞ്ഞത് കുഴപ്പമില്ല, എനിക്ക് മലയാളം അറിയാം. Sorry? I know മലയാളം, ടെൽ മലയാളം, ഓക്കെ. ഓക്കെ സർ. സോ താങ്കൾക്ക് കോളർ ട്യൂൺ ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇഷ്ടമുള്ള പാട്ടിന്റെ ആദ്യത്തെ വരി അല്ലെങ്കിൽ ഫിലിമിന്റെയോ ആൽബത്തിന്റെയോ പേര് ടൈപ്പ് ചെയ്തിട്ട് 50005 ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക. ടോൾ ഫ്രീ ആണ്. നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് ആ പാട്ട് അവൈലബിൾ ആണെങ്കിൽ അയ്യോ ചേച്ചി, ഞാൻ ഷക്കീലയുടെ വക്ക വക്ക പാട്ട് ഇത് കിട്ടിയില്ല, പക്ഷെ അത് ഞാൻ അയച്ചതാണ്, കിട്ടിയില്ല എനിക്ക്. ഇല്ല ആ പാട്ട് കിട്ടിയില്ല. പാട്ട് ഡാറ്റാബേസിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം സർ അങ്ങനെ ലഭിക്കാത്തത്. പാട്ടുകൾ ഒത്തിരി അവൈലബിൾ ആണ്, താങ്കൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യേശുദാസ് പാടിയ ലജ്ജാവതി എന്നൊരു പാട്ടുണ്ടല്ലോ, എന്താണ് യേശുദാസ് പാടിയ ലജ്ജാവതിയെ, ആ പാട്ടുണ്ടോ? എനിക്ക് അത് വേണമായിരുന്നു. അതിൻ്റെ ഇടയിൽ റാപ്പും ജാസും മിക്സൊക്കെ ചേർത്ത് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. പിന്നെ ഏത് പാട്ടാണെന്നൊരു പിടിയില്ല. എനിക്കൊരു പാട്ട് വേണം, അത്രേ ഉള്ളൂ ആഗ്രഹം. ആര് വിളിച്ചാലും ഈ പാട്ട് കേട്ട് വീണ്ടും 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 അവർക്ക് വിളിക്കാൻ തോന്നും. എൻ്റെ ആഗ്രഹം അതാണ്. ചേച്ചി 2-3 പാട്ട് പറഞ്ഞു തരുമോ? ഈ പാട്ടുണ്ടായി ചേച്ചി, ഈ പാട്ടുണ്ടായി. ഉണ്ടകളെ ഒരു കഥ പറയാം, പുല്ലാങ്കുഴലിൽ കഥ പറയാം, ഈ പാട്ടുണ്ടോ? നമുക്ക് ഈ സിനിമ ഡയലോഗ് അടിക്കാൻ പറ്റുമോ? അല്ല, സിനിമ ഡയലോഗ് വെക്കാൻ പറ്റുമോ? പക്ഷെ അതൊക്കെ അയച്ചു നോക്കിയാന്ന് വെച്ചാൽ കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ വക്ക അടിച്ചു നോക്കി, അത് കിട്ടിയില്ല. അത് കുറെ പ്രാവശ്യം അയച്ചു നോക്കി, കിട്ടിയില്ല. എനിക്ക് മിനിറ്റിന് 100 രൂപയോ? മിനിറ്റിന് 100 രൂപയോ? ഓക്കെ. പിന്നെ എനിക്ക് വേറെ റേഞ്ചിന്റെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എൻ്റെ വീടുണ്ടല്ലോ പ്രശാന്ത് നഗർ ഇറക്കത്തിലാണ്. ഹലോ, റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പെട്ടെന്ന് കോള് വരുമ്പോൾ ഉണ്ടല്ലോ, വീട്ടിൻ്റെ അകത്തുനിന്ന് റേഞ്ച് കിട്ടൂല. അവന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് നടന്നാണ് സംസാരിക്കാറ് സാധാരണ. വീട്ടിന് ഞാൻ പറയട്ടെ, വീട്ടിൻ്റെ അകത്തുണ്ട് ആദ്യം, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ തേരിയാണ് വീട്ടിൻ്റെ താഴോട്ട്. അപ്പോൾ തേരി ഇറങ്ങി താഴോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് റേഞ്ച് കുറയും, ടപ്പനെ കാള് കട്ടാം. എന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ച് ആ സ്റ്റെപ്പിൽ തന്നെ കയറേണ്ടി വരും, എന്നാലേ കാള് വീണ്ടും കിട്ടുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിലങ്ങനെ കുറേ പ്രാവശ്യം നീരൊക്കെ അടിച്ച് 2 മാസം മെഡിക്കൽ കോളേജിലായിരുന്നു. അങ്ങനെ എപ്പോഴും കയറി അങ്ങനെ അതിന് കുറേ ഇത് പോയി. ഈ വീഡിയോകോൺ സിം എടുത്തിട്ട് ഇപ്പോൾ 1 വർഷമായെന്ന് തോന്നുന്നു. ഈ വീഡിയോകോൺ സിം എടുത്തതിന് ശേഷമാണ് 4 മാസമായി. 4 മാസം ഞാൻ ആശുപത്രിയിൽ ഈ കാല് നീരടിച്ച്. കാലിൻ്റെ അടിയിലൊക്കെ എന്ന് വെച്ചാൽ ഈ ആണി പൊത്ത് കയറുന്ന പോലെയായിരുന്നു സംഭവം. 4 മാസമായി. അല്ല ചേച്ചി, 3 മാസം. 4 മാസം ആശുപത്രി കിടന്ന്, 3 മാസം ആശുപത്രി കിടന്ന്, 4 മാസം സിം എടുത്തിട്ട് 1 മാസം വെറുതെ പോയി. അങ്ങനെ പിന്നെ വേറൊരു കാര്യമില്ല, എൻ്റെ മൊബൈലില്ലേ ചേച്ചി മൊബൈലിൽ റേഞ്ച് ഉണ്ടല്ലോ, റേഞ്ചിൻ്റെ സിഗ്നൽ കാണിക്കുമല്ലോ, റേഞ്ച് അത് കാണിക്കണില്ല. ഇല്ല, ഒട്ടും കാണിക്കണില്ല.
ഇപ്പൊ നോയിക്കോട്ടെ ഒന്ന് കാണിക്കണം നോക്കട്ടെ ചേച്ചില്ലേ. ഇറ്റ് ഈസ് നോട്ട് നോ വെരി മച്ച് ഇല്ല നോട്ട്. രണ്ട് കട്ടയുണ്ട് 2 2 കട്ടയുണ്ട് 2 കട്ട 18 കട്ടയിൽ 2 കട്ട. ഓക്കെ വീഡിയോ കോൾ നമ്പറല്ല വേറെ നമ്പറില്ലേ ചെയ്ത് മാത്രമേ ഉള്ളൂ. 808 എൻ്റെ ചേട്ടനെ നമ്പറേ ഉള്ളൂ. അത് 808 ഡോക്കോമയാണ് 808 969 5270 ഓക്കെ. ആ കുറേ കാലമായി. അത് ഈ ഞാൻ പറഞ്ഞില്ലേ നെയിം ഈസ് കുഴി. ആ ചേട്ടൻ്റെ പേര് 1600. ആ നോക്കിയ അത് തന്നെ ചേച്ചി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ തേരി ഇറങ്ങുമ്പോഴും കയറുമ്പോഴും മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. പിന്നെ വീട്ടിൻ്റെ അകത്ത് അത് അടുത്ത് അഡ്രസ്സ് പ്രശാന്ത് നഗർ. ഞാൻ പറഞ്ഞില്ലേ സുരേഷ് ലാൽ കുഴി. സുരേഷ് ലാൽ കുഴിയിൽ വീട്, പ്രശാന്ത് നഗർ, മെഡിക്കൽ കോളേജ് ഇറക്കാം. പ്രശാന്ത് നഗർ മെഡിക്കൽ കോളേജ് ഇറക്കാം. കോളേജ് ഇറക്കാം. ചേച്ചി ഇത് നമുക്ക് സിമ്മ് മാറ്റി കിട്ടുമോ? പോസ്റ്റ് ഓഫീസ് ചാലക്കുഴിയിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. വീടിൻ്റെ അടുത്തൊന്നും പോസ്റ്റ് ഓഫീസ് ഇല്ല. ഇറക്കത്തിന് മേളിലതോ അവിടെ മെഡിക്കൽ കോളേജ് ഒരു ഇതിലുണ്ട്. ഒരു പോസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടുത്തെ നമ്പർ ആണ്. ഹലോ സർ, അങ്ങനെയല്ല. താങ്കൾ അഡ്രസ് താങ്കളുടെ വീടിന്റെ അഡ്രസ് കൊടുക്കുന്ന സമയത്ത് അതിൽ PO എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അത് ഏതാണ് കൊടുക്കുന്നത്? അത് പോയെന്നല്ലേ? അത് പോയി. ഏതാണ് സർ? അത് ഞാൻ കത്തെഴുതുന്ന ശീലമില്ല, അതുകൊണ്ട് അറിഞ്ഞൂടാ. ഹലോ, കത്തെഴുതി ശീലമില്ല, അതുകൊണ്ട് അഡ്രസ്സ് എഴുതിയൊന്നും ശീലമില്ല, അതുകൊണ്ട് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ്. കംപ്ലൈന്റ് എടുക്കണമെന്നുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയേണ്ടതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിനു ശേഷം നമുക്ക് കസ്റ്റമറായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ചോദിച്ചിട്ട് ഇപ്പം പറയാം. ഇല്ലേ ചേച്ചി, നമ്മളെ പോസ്റ്റ് ഓഫീസ് മാത്രം അറിഞ്ഞാൽ മതിയാ. കത്ത് വരുമോ ചേച്ചി? ചേച്ചി എൻ്റെ പേര് കറക്റ്റ് ആണല്ലോ കൊടുത്തിരിക്കണത്. കത്ത് വരുമല്ലോ? എനിക്ക് കത്ത് കിട്ടണം. കത്ത് അയക്കാനല്ല, താങ്കളുടെ അവിടുത്തെ ഡീറ്റെയിൽസ്, നെറ്റ്വർക്ക് ഇഷ്യൂല്ല ഡീറ്റെയിൽസ് അവിടെ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുമല്ലോ, വന്ന് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ടവർ വെക്കാനുള്ള വല്ല പദ്ധതിയും നോക്കണേ. ഇല്ലെങ്കിൽ പറ്റൂല. എൻ്റെ വീട് ടെറസാണ്. ടെറസിൻ്റെ മണ്ടയിലാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വേണമെങ്കിൽ 4-5 ടവറൊക്കെ വെച്ചിട്ട് പോകുന്നത്. ആ അതാണ്. അപ്പം മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓഫീസ് മതി. ചാലക്കുഴി പിയോ. ചേച്ചിയുടെ സ്ഥലം ഏതാണ്? തിരുവനന്തപുരം അല്ലേ? ചാലക്കുഴി. ചേച്ചിയുടെ സ്ഥലം ഏതാണ്? ചെന്നൈയോ? ചെന്നൈ എന്ന് പറഞ്ഞാൽ മദ്രാസ് അല്ലേ ചേച്ചി? പിന്നെ 69 50 49 69 50 49 69 5092 5092 69 40 52 ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കേരള ഇന്ത്യ. ഞാൻ ഇന്ത്യയിലാണ് വിളിക്കുന്നത്.
ചെന്നൈ ഇന്ത്യയിലെ ഓ അത് പ്രശ്നം വേറെ ഇറക്കാം. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ആ ഇറക്കം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ആ ഇറക്കം എനിക്കെന്ന് വെച്ചാൽ ആ ഇറക്കം കയറി ഇറങ്ങി അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. അത് അതിൻ്റെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ കോളേജ് ഇതാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തൂടെ വന്നിട്ട് ഇപ്പുറത്തൊരു കൊച്ചു വഴിയുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഒരു കൊച്ചയുടെ വഴിയാണ്, അതിൻ്റെ സൈഡിലൊരു ഓടയുണ്ട്, അത് ചാടി കടന്നു പോകാം. ഓട ചാടി അപ്പുറത്തൂടെ ഒരു കൊച്ചു കാടുണ്ട്, കാട്ടിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഒരു വലിയ ചന്തയാണ്. ആ ചന്തയുടെ സൈഡിൽ കൂടെ വന്നാൽ അപ്പോൾ നല്ലൊരു കയറ്റം കാണും അവിടെ. ചേച്ചി ചന്തയുണ്ടല്ലോ മെഡിക്കൽ കോളേജ് ചന്ത, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഉള്ളൂരുണ്ട്. ഉള്ളൂർ അറിയാമോ ചേച്ചി? മെഡിക്കൽ കോളേജിന് അടുത്താണ് ഉള്ളൂർ എന്ന് പറയുന്ന കൊച്ചു സ്ഥലമുണ്ട്. ആ കൊച്ചു സ്ഥലത്തിൻ്റെ നടുക്കൊരു കൊച്ചു ചന്തയുണ്ട്. ആ ശരി.